നെക്സ്റ്റ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ പഠിപ്പിക്കാൻ പോകുന്നത്? കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഗ്രാഫിന്റെ വേരിയേഷനെ കുറിച്ചാണ്. ഓക്കെ, സോ ഗ്രാഫിക്കൽ വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി വിത്ത് ഹൈറ്റ് എന്താണ്? h എന്ന ഹൈറ്റിലുള്ള കൈനറ്റിക് എനർജിന്റെയും പൊട്ടൻഷ്യൽ എനർജിന്റെയും ഗ്രാഫിനെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ സെഷനിലൂടെ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് ഗ്രാഫ് വരിക എന്ന് നോക്കാം നമുക്ക്. ഇതിപ്പം ഒരു ഹൈറ്റിൽ നോക്കി, ഇത് എനർജിയാണ്. ഈ y ആക്സിസ് എന്ന് പറയുന്നത് എനർജിയും x ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഹൈറ്റ് ആയിട്ട് എടുക്കുകയാണെന്ന് വെച്ചോ. ഓക്കെ, അതായത് y ആക്സിസിലുള്ളത് എനർജി, എന്തൊക്കെ എനർജി ആവാം നമുക്കറിയാം. എന്ത്? പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ കൈനറ്റിക് എനർജി. ഓക്കെ, സോ ഏതെങ്കിലും ഒരു എനർജി അല്ലെങ്കിൽ രണ്ട് എനർജിയുടെയും കാര്യം വിത്ത് ഹൈറ്റ് പ്രകാരം അതെങ്ങനെ മാറുന്നു എന്നാണ് നമ്മൾ ഗ്രാഫിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഞാൻ അത് ഗ്രാഫ് ഒന്ന് വരയ്ക്കാം. ഗ്രാഫ് ഒന്ന് വരയ്ക്കാം. ഇങ്ങനെയായിരിക്കും എന്തുണ്ടാകുക? നമ്മുടെ ഗ്രാഫ് വരാം. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. ഇത് 0, ഇവിടെ എന്താണ്? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ആണ്. ഓക്കെ, എന്താ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഇപ്പൊ ഹൈറ്റ് 0, അതായത് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഇതിനെ ഒരു അടയാളപ്പെടുത്താനുണ്ട്. ഇത് പൊട്ടൻഷ്യൽ എനർജിന്റെ ഗ്രാഫ്, ഇത് കൈനറ്റിക് എനർജിയുടെ. ഓക്കെ, ഇത് കൈനറ്റിക് എനർജിയുടെ. ഓക്കെ, അതായത് ഹൈറ്റ് എന്താണ്? ഹൈറ്റ് 0 ആകുന്ന സമയത്ത് എന്താ നടക്കുന്നത്? ഹൈറ്റ് 0 ആകുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി എന്തിലാണ് കിടക്കുന്നത്? 0യിലാണ് കിടക്കുന്നത് അല്ലെ? നമുക്കറിയാം ഹൈറ്റ് ഇല്ലെങ്കിൽ എന്താണ് അവിടെ പൊട്ടൻഷ്യൽ എനർജി? നമ്മൾ പഠിപ്പിക്കുന്ന എന്താണ്? പൊട്ടൻഷ്യൽ എനർജി മെയിൻ ആയിട്ട് ഹൈറ്റ് അല്ലെങ്കിൽ സ്ട്രെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളെ റിലേറ്റബിൾ ആയിട്ടാണ് അല്ലെ? സോ ഇവിടെ എന്താണ്? ഹൈറ്റ് 0യിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? 0യിലാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മളോട് എന്ത് പറയുന്നുണ്ട്? ആ ഹൈറ്റ് 0യിൽ തന്നെ ഇപ്പൊ പൊട്ടൻഷ്യൽ എനർജി അവിടെ 0 ആണെങ്കിലും അവിടെ വെലോസിറ്റി ഉണ്ടെങ്കിലോ ഒബ്വിയസ്ലി നമുക്ക് എന്തുണ്ടാവും? കൈനറ്റിക് എനർജി എപ്പോഴും എന്തായിരിക്കും? അവിടെ ഹൈ ആയിരിക്കും അല്ലെ? കൈനറ്റിക് എനർജി ഹൈ ആയിരിക്കും. നേരെ തിരിച്ചും പറയുന്നുണ്ട്. എന്ത്? ഹൈറ്റ് ഇപ്പൊ കൂടുകയാണെന്ന് വെച്ചോ, എക്സ് ആക്സിസിലെ ഹൈറ്റ് കൂടുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ നമ്മുടെ എന്താണ്? കൈനറ്റിക് എനർജി 0വും. എന്നാൽ പൊട്ടൻഷ്യൽ എനർജി എവിടെയാ കിടക്കുന്നത്? പൊട്ടൻഷ്യൽ എനർജി ഏറ്റവും ഹൈയിലാണ് കിടക്കുന്നത്. ഓക്കെ, സോ ഹൈറ്റ് 0 എന്ന സമയത്ത് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഹൈയിലും പൊട്ടൻഷ്യൽ എനർജി ലോയിലും. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് എന്താണ്? കൈനറ്റിക് എനർജിയാണ് നമ്മളവിടെ കുറഞ്ഞു വരുന്നത്. നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി ഹൈറ്റ് കൂടുതലുള്ള സ്ഥലത്തും കൈനറ്റിക് എനർജി എന്തായിരിക്കും? നേരെ തിരിച്ചാണ്. നമ്മൾ വെലോസിറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മളൊരു ഹൈറ്റിനെ പ്രധാനമാക്കി പറയുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞ സ്ഥലത്ത് അവിടെ വെലോസിറ്റി ഉണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി കൺവേർട്ടഡ് ആയിട്ടാണെങ്കിൽ ഉള്ളതെങ്കിൽ കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. ഇനി ഹൈറ്റ് കൂടിയ സ്ഥലത്ത് എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി കൂടുതലായിരിക്കും. ഇതാണ് ഈ ഗ്രാഫിൽ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ കൈനറ്റിക് എനർജിന്റെയും പൊട്ടൻഷ്യൽ എനർജിയും. ഇപ്പൊ ടോട്ടൽ എനർജി എന്തായിട്ട് ഉദ്ദേശിക്കും? ഇവിടെ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഇങ്ങനെ ഒരു ഗ്രാഫ് പ്രകാരം നമുക്ക് വരച്ച് കാണിക്കാൻ പറ്റും. പല ക്വസ്റ്റ്യൻസിന്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലും ഈ ഒരു ഗ്രാഫ് വരച്ചിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, അത് മനസ്സിലായല്ലോ? ഇനി നമുക്ക് എന്ത് നോക്കാം? ഹൂക്സ് ലോ നോക്കാം. എന്താണ് ഹൂക്സ് ലോ എന്ന് നോക്കാം അല്ലെ? എന്താണ് ഹൂക്സ് ലോ എന്ന് നോക്കാം. ഓക്കെ, ഫോർ an ideal spring the spring force F is proportional to displacement x of the block from the equilibrium position. ഒന്നുമില്ല, ഞാനൊരു സ്പ്രിങ് വരച്ച് കാണിക്കാം, അപ്പം കാര്യം കൂടുതലായിട്ട് മനസ്സിലാവും. ഓക്കെ, 0 എന്ന പൊസിഷനിൽ സ്പ്രിങ് വരക്കുന്നു. ഇതാണ് ആ ബ്ലോക്ക്. ഓക്കെ, തുടക്കത്തിൽ ഇവിടെയുള്ള പൊസിഷനെ നമ്മൾ എന്ത് പറയുന്നു? ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നല്ല. നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്? ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞ ഒരാളെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത് നോർമലി നിൽക്കുന്ന പൊസിഷൻ ഇക്വിലിബ്രിയം പൊസിഷൻ ആയിട്ട് എടുക്കുന്നു. ഇനി ഇതിനെ ഞാൻ ഈ ഒരു ബ്ലോക്ക് അല്ലെ, ഈ ഒരു ബ്ലോക്ക് ഞാൻ മുമ്പോട്ടേക്ക് ഇങ്ങനെ വലിക്കുകയാണെന്ന് വിചാരിച്ചു. ഓക്കെ, സോ ഞാനിത് കുറച്ച് മുമ്പോട്ടേക്ക് വലിച്ചു. എന്നിട്ട് ഈ ബ്ലോക്ക് ഇത്ര ദൂരം മുമ്പോട്ട് പോയി. ഓക്കെ, സോ ഇവിടെ എന്തായിരിക്കും വരാന്? ഇവിടെ എക്സ് ദൂരം, അതായത് നമ്മൾ ഫോഴ്സ്
കൊടുത്തപ്പോൾ, നമ്മൾ ഫോഴ്സ് കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇത്രയും ദൂരം നമുക്ക് സഞ്ചരിച്ച് കിട്ടി. അതിന് എക്സ് മാക്സിമം എന്ന് വിളിക്കുക. ഓക്കെ, ഇനിയിപ്പം ആ ഫോഴ്സ് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ എന്താവും? ഈ ഒരു മീൻ പൊസിഷനിലേക്ക് തന്നെ എത്തും അല്ലെ? എക്സ് മാക്സിമം പിന്നെ എക്സിലേക്ക് തന്നെ എത്തും, അല്ലെങ്കിൽ എക്സ് -x എന്ന സിറ്റുവേഷനിലേക്കും, അതായത് ഇങ്ങോട്ടേക്കും പോകും. സോ ഹൂക്സ് ലോ പറയുന്ന ഒന്നുമല്ല, അതായത് ഫോഴ്സ് ഇസ് ഈക്വൽ ടു -kx എന്ന സിറ്റുവേഷൻ ആണ്. ഓക്കെ, ഫോഴ്സ് ഇസ് ഈക്വൽ ടു -kx. എന്താണ്? എഫ് ഫോഴ്സ് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? നമ്മുടെ എക്സിന്. എക്സ് ആരാണ് ഇവിടെ? ഡിസ്പ്ലേസ്മെന്റ് ആണല്ലേ? ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മുടെ എക്സ്. എക്സിന് പ്രൊപ്പോർഷണൽ ആണ്. പക്ഷെ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഫോഴ്സ് ഇപ്പൊ നമ്മൾ ഇങ്ങോട്ടേക്ക്, ഇപ്പൊ അതായത് ഉദ്ദേശിക്കുന്നത് ഇങ്ങോട്ടേക്ക് വലിക്കുകയാണെങ്കിൽ അത് തിരിച്ചു വരുന്നത് എങ്ങോട്ടേക്ക്? ബാക്ക്വേർഡേക്കാണ് തിരിച്ചു വരുന്നത് അല്ലെ? സോ ആ ഒരു ഉദ്ദേശത്തിലാണ് എന്ത് വരുന്നത്? മൈനസ് എന്ന ആൾ ഇവിടെ വരുന്നത്. ഓക്കെ, നമ്മൾ കൊടുക്കുന്നതാണെങ്കിലും ആ ഫോഴ്സ് കൊടുത്ത് തിരിച്ചോട്ട് വരുന്നത് -x ഡയറക്ഷനിലേക്ക് തിരിച്ചു വരും. സോ അതുകൊണ്ടാണ് എന്തെന്ന് നമ്മൾ ഇവിടെ മൈനസ് എന്ന ഒരു ഇത് കൊടുത്തത്. ഓക്കെ, ഇതിനെ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? F is equal to -kx അല്ലെ? F is equal to -kx. ഇവിടെ k നെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. ഓക്കെ, എന്താണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്? കോൺസ്റ്റന്റ് അതായത് പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിട്ട് നമ്മൾ എന്താക്കുന്നു? നമ്മൾ അവിടെ ഒരു കോൺസ്റ്റന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെ? ഓക്കെ, അപ്പൊ F is equal to -kx എന്ന സിറ്റുവേഷൻ കിട്ടി നമുക്ക്. ഓക്കെ, ഇനി പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഇതിപ്പോ ഇതുവരെ മനസ്സിലായല്ലോ? ഓക്കെ, ഞാൻ ഇത് മയക്കാം. ഇനി ഇതിലുള്ള വർക്ക് ഡൺ കണ്ടുപിടിക്കും. ഓക്കെ, സ്പ്രിംഗ് ഫോഴ്സ് കാരണം ഇവിടെ നടക്കുന്ന വർക്ക് ഡൺ എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ എഴുതാം. എന്താണ്? W is equal to എന്താണ്? F dot dx അല്ല? F dot dx. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഒന്നുമില്ല, ജസ്റ്റ് നമ്മള് ഇപ്പൊ കണ്ട F is equal to -kx ഉണ്ടല്ലോ, അതായത് F is equal to -kx. ഇത് dx എന്ന സിറ്റുവേഷനിലാണ് ഉള്ള വർക്ക് ഡൺ ആണ് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് മൊത്തത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമുക്കറിയാം എന്ത് ചെയ്യണം? നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യണം അല്ലെ? അതായത് ചെറിയ ഒരു dx സിറ്റുവേഷനിലാണെങ്കിൽ നമ്മൾ അത് ഒരു x സിറ്റുവേഷനിലേക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യും? ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. സോ നമുക്ക് എന്ത് കിട്ടും? ഇന്റഗ്രേഷൻ F dot dx. ഓക്കെ, ഈ എഫിന് നമ്മൾ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല് ഈ സ്പ്രിങ്ങിന്റെ കാര്യമാണല്ലോ നമ്മൾ പറയുന്നത്. സാധാരണ ഉള്ള ഒരു നോർമൽ ഫോർമുലയാണ് F dot dx. പക്ഷെ ഇവിടെ നമ്മൾ എന്താ നോക്കുന്നത്? സ്പ്രിങ്ങിന്റെ കാര്യത്തിലാണ് നോക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും? ഹൂക്സ് ലോന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യും. ഹൂക്സ് ലോന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? -kx dot dx അല്ലെ? -kx dot dx. അപ്പൊ നമുക്ക് എന്ത് വരും? -k നെ പുറത്തെടുക്കാം. ഇന്റഗ്രേഷൻ x dot dx. നമുക്ക് എന്ത് കിട്ടും? ഇതെന്താണ്? x²/2 ആണല്ലേ? നമുക്കറിയാം എന്ത് ഇന്റഗ്രേഷൻ നമ്മൾ എക്സിന്റെ ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് x²/2 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിപ്പോ 0 to x എന്ന സ്ഥലത്തേക്കാണ് മൂവ് ചെയ്യുന്നതെന്ന് വെച്ചോ, അതായത് 0 എന്ന് ആദ്യം അനക്കം ഒന്നുമില്ല, അപ്പൊ 0 എന്ന സ്ഥലത്ത് നിന്ന് ഒരു x ദൂരത്തേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഇനീഷ്യല് 0 ഫൈനല് x ആയിട്ടും കൊടുക്കണം. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? ഇവിടെ -k അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണല്ലോ. സോ നമുക്ക് എന്ത് എഴുതാം? x²/2 എന്ന് എഴുതാം. എന്ത് എഴുതാം? x²/2. സോ നമുക്ക് മൊത്തത്തിൽ എങ്ങനെ എഴുതാം? W is equal to -k, അല്ലെങ്കിൽ നമുക്ക് ഈ ഹാഫിനെ മുമ്പിൽ എഴുതാം അല്ലെ? സോ നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ്, അതായത് -kx² അല്ലെ? -half k into x². ഇങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ എന്തെത്തും? ഒരു സ്പ്രിങ്ങിലുള്ള വർക്ക് ഡൺ എന്താണ്? -half kx² എന്ന സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തും. ഓക്കെ, അത് മനസ്സിലായല്ലോ? നമ്മൾ ഗ്രാഫ് പറഞ്ഞു, ഹൂക്സ് ലോ എന്താണെന്ന് പറഞ്ഞു, ഹൂക്സ് ലോയിൽ നടക്കുന്ന ഫോഴ്സ് എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ അതിലുള്ള വർക്ക് ഡൺ എന്താണെന്ന് പറഞ്ഞു അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്
ഇവിടെയുള്ള ഈ ഹാഫ് കെ എക്സ് സ്ക്വയർ നമുക്കൊരു ഡൗട്ട് വരല്ലേ, എന്ത് എനർജി ആയിട്ടാണ് അവിടെ സ്റ്റോർ ചെയ്യുന്നത്, അതായത് കൈനറ്റിക് എനർജി ആണോ പൊട്ടൻഷ്യൽ എനർജി ആണോ എന്നുള്ള രീതിക്ക്. പക്ഷെ അപ്പൊ സ്പ്രിങ്ങില് നമുക്ക് ഈ എനർജി അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന വർക്ക് ഡൺ അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഒരു എനർജി എന്തായിട്ടാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്? പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. കാരണം എന്തുകൊണ്ടാണ്, നമ്മൾ സ്പ്രിങ് വലിക്കുകയാണല്ലേ, വലിക്കുമ്പം ഇവിടെ എന്താണ് സ്ട്രെയിൻ നടക്കുകയാണ്. ഇങ്ങനെ വലിക്കുമ്പോൾ സ്ട്രെയിൻ നടക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ത് പൊട്ടൻഷ്യൽ എനർജീന്റെ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, സ്ട്രെയിൻ അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഒരു സ്ട്രെയിൻ വരുന്ന രീതിക്കുള്ള എനർജിയെ നമ്മൾ എന്തായിട്ടാ പറയാ, പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് പറയാ. സോ ഇവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത എന്താണ്? ഓക്കെ, അടുത്ത എന്താണെന്ന് നോക്കാം. ഓക്കെ, അടുത്ത പറഞ്ഞു പൊട്ടൻഷ്യൽ എനർജിന്റെ കാര്യം പറഞ്ഞു. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ് നമ്മളിപ്പോൾ പറഞ്ഞു അല്ല, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഹൂക്സ് ലോന്റെ കൂടെ തന്നെ അത് എടുത്തിട്ടുണ്ട്. പിന്നെ ആരെയും പറഞ്ഞല്ലേ, ഈ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഓഫ് എൻ ഓസിലേറ്റിംഗ് സ്പ്രിങ്. ഓക്കെ, ഒരു ഓസിലേറ്റിംഗ് സ്പ്രിങ്, അതായത് എന്താണ് ഓസിലേറ്റിംഗ് സ്പ്രിങ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു സ്പ്രിങ്ങിന്റെ എന്താണ് മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ ടോട്ടൽ എനർജി ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ വരക്കുന്നു. സ്പ്രിങ്, ഇതാണ് പൊസിഷൻ ആദ്യത്തെ. ഇത് x ഈക്വൽ ടു ആക്ച്വലി ഇവിടെയാണ് അതിന്റെ മീൻ പൊസിഷൻ എന്ന് വിചാരിച്ചു. ഓക്കെ, x ഈക്വൽ ടു 0-യിലായിരുന്നെങ്കിൽ ഇത് മൈനസ് എക്സ് എം ആണ്. ഇത് മൈനസ് എക്സ് എം, അതായത് ഈ ഒരു പൊസിഷനിലായിരുന്നു ഉണ്ടായിരുന്നത് 0 എന്ന പൊസിഷന്. ഓസിലേറ്റ് ആണല്ലോ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുവാണല്ലോ. സോ ഞാൻ അതിന്റെ പിക്ചറാണ് വരക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇത് ഇങ്ങോട്ട് ഉണ്ടായിരുന്ന സമയത്ത്, വലിച്ച് ഇങ്ങോട്ട് നീട്ടിയ സമയത്ത് എന്താണ് എക്സ് ഈക്വൽ ടു എക്സ് എന്താണ് മൈനസ് എക്സ് എം. ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? പ്ലസ് എക്സ് എം അല്ലെ, അതായത് മാക്സിമം ഡിസ്പ്ലേസ്മെന്റിലേക്ക് അത് മൂവ് ചെയ്തിരിക്കുന്നു. അങ്ങനെ പറയുമ്പം നമുക്ക് എന്തു അറിയാം? ആദ്യം ഓസിലേറ്റിംഗ് ബിറ്റ്വീൻ, അതായത് ഓസിലേറ്റിംഗ് ബിറ്റ്വീൻ മൈനസ് എക്സ് എം ടു എക്സ് എം. ഓക്കെ, അതായത് ഈ ഒരു സ്പ്രിങ് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്, ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് മൈനസ് എക്സ് എം ടു എക്സ് എം എങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നു, അതിന്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള ഓസിലേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ അറിയാം എന്താണ് ഇക്വേഷൻ ഒന്നുമല്ല, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണല്ലേ. നമുക്ക് എന്താ അറിയാം? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഓക്കെ, നമുക്ക് എന്ത് എഴുതാം? ഇവിടുത്തെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഹാഫ് എം എന്തായിരിക്കും? ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഏറ്റവും ടോട്ടൽ ആയിട്ട് നിൽക്കുന്നത് എക്സ് എം അല്ല, അതായത് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടം വരെ എത്തുമ്പം നമുക്കറിയാം എക്സ് എം, അതായത് മാക്സിമം സിറ്റുവേഷനിലാണല്ലോ ടോട്ടൽ എനർജി നോക്കുന്നത്. അപ്പൊ എന്തായിരിക്കും അത്? ഹാഫ് എം എക്സ് സ്ക്വയർ അല്ലെ, ഹാഫ് എം എക്സ് സ്ക്വയർ. ഇവിടെ ഒരു ആളും കൂടി ഉണ്ട്, സോറി എം അല്ല, ഇവിടെ കെ ആണ്, എം അല്ല കെ. ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ് എന്തായിട്ട് നിൽക്കുക? ടോട്ടൽ എനർജി ആയിട്ട് നിൽക്കുക. പിന്നെ ആരാണുള്ളത്? ഹാഫ് എക്സ്. കെ കൈനറ്റിക് എനർജി ഉണ്ടല്ലോ, അതായത് കെ എന്ന് പറയുന്നത് നമ്മൾ കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി എത്രയായിരിക്കും നമുക്കറിയാം? ഹാഫ് എം എന്തായിരിക്കും? വി സ്ക്വയർ ആയിരിക്കില്ല, നമുക്ക് ഓൾറെഡി അറിയാം ഇക്വേഷൻ. ഹാഫ് എം വി സ്ക്വയർ ആണെന്ന് അറിയാം. ഓക്കെ, ഇത് എഴുതി, ടോട്ടൽ എനർജി എഴുതി. കാരണം ടോട്ടൽ എനർജി നമുക്ക് ഓൾറെഡി അറിയാം, സ്പ്രിങ്ങിലുള്ളത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ അത് എക്സ് എം സിറ്റുവേഷനിൽ എന്തായിരിക്കും? ഹാഫ് കെ എക്സ് എം സ്ക്വയർ ആയിരിക്കും. കൈനറ്റിക് എനർജി എന്താണെന്ന് അറിയാം, ഹാഫ് എം വി സ്ക്വയർ ആണെന്ന് അറിയാം. പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? ഹാഫ് കെ എന്തായിരിക്കും? ഹാഫ് കെ എക്സ് എം സ്ക്വയർ അല്ലെ, ഹാഫ് കെ എക്സ് എം സ്ക്വയർ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ എന്ന് എടുക്കാം നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ. ഓക്കെ, സോ നമ്മള് ടോട്ടൽ എനർജി പറഞ്ഞു, ഇവിടെ ഉണ്ടാകുന്ന എനർജി, ഇവിടെ എത്തുമ്പോഴുള്ള എനർജി, കൈനറ്റിക് എനർജി പറഞ്ഞു. ഓക്കെ, പിന്നെ പൊട്ടൻഷ്യൽ എനർജി എവിടെയാണ്? എക്സ്
സ്ക്വയർ, കാരണം എക്സ് എവിടെയാണെന്ന് അറിയില്ല. ഓക്കെ, നമ്മൾ അതിനെ എക്സ് എന്ന് വിളിച്ചിട്ട് കൊടുത്തു, എക്സ് സ്ക്വയർ എന്ന് എഴുതി. ഇനി എന്ത് ചെയ്താൽ മതി? ഇനി ഒന്നുമില്ല, ജസ്റ്റ് ഇനിയിപ്പോ ഇക്വിലിബ്രിയം പൊസിഷനിലാണ് നോക്കുന്നതെന്ന് വെച്ചോ, അതായത് എക്സ് ഈക്വൽ ടു 0 എന്ന പൊസിഷനിലാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ എന്താ വരിക നോക്കാം അല്ലെ നമുക്ക്. ഓക്കെ, എക്സ് ഈക്വൽ ടു 0 എന്ന പൊസിഷൻ ആണ്. ഓക്കെ, ഇവിടെ എക്സ് ഈക്വൽ ടു 0 എന്ന പൊസിഷനിൽ എന്താവുമെന്ന് നോക്കാം അല്ലെ. എക്സ് ഈക്വൽ ടു 0 എന്ന പൊസിഷനിൽ ഇതെന്ത് വരും? ഹാഫ് കെ എക്സ് എം സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് കെ എക്സ് എന്താണെന്ന് അറിയാം നമുക്ക്. എക്സ് ഈക്വൽ ടു 0 എന്ന സിറ്റുവേഷനിലാണ് നോക്കുന്നത്. സോ ഇത് മൊത്തത്തിൽ എന്താവും? നമുക്ക് 0 ആയി പോവും അല്ലെ. ഓക്കെ, ഞാനിത് മയക്കാണ് ഈ ഒരു വരച്ച കാര്യം. ഓക്കെ, സോ നമുക്ക് അവിടെ വരെ മനസ്സിലായി. നമുക്ക് എന്ത് ഇക്വേഷൻ എന്തെന്ന് കിട്ടി? അതായത് എക്സ് ഈക്വൽ ടു 0 എന്ന സിറ്റുവേഷനിൽ ഹാഫ് കെ എക്സ് എം സ്ക്വയർ ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ എന്ന് കിട്ടി അല്ലെ. ഹാഫ് എം വി സ്ക്വയർ എന്ന് കിട്ടി. ഇനി ഇതിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാം? വിനെ കണ്ടുപിടിച്ചൂടെ? എന്താണ്? ഈസി ആണല്ലേ. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തെടുക്കാം അല്ലെ. ഓക്കെ, അപ്പൊ എന്ത് വരും? നമുക്ക് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇതൊക്കെ ഇങ്ങോട്ടേക്ക് വേണമെങ്കിൽ 2 2 കട്ടാവും. ഓക്കെ, കെ എക്സ് എം സ്ക്വയർ ബൈ ആര് വരും? എം എന്ന് വരും അല്ലെ, ബൈ എം എന്ന് വരും. ഇനി വി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? നമുക്ക് റൂട്ട് ഓഫ് എന്ത് കിട്ടും? കെ ബൈ എം. ഓക്കെ, കെ ബൈ എം ഇവിടെ എന്ത് വരും? എക്സ് എം എന്ന് വരും അല്ലെ. കെ ബൈ എം എക്സ് എം എന്ന് വരും. ഓക്കെ, മനസ്സിലായല്ലോ. ഇതിന്റെ റൂട്ട് പോയി ഇത് റൂട്ട് കെ ബൈ എം ആവും. എക്സ് എം പുറത്താണ്, എക്സ് എം എന്ന് വരും. സോ ഇതാണ് എന്തെന്ന് നമ്മുടെ ഓസിലേറ്റിംഗ് സ്പ്രിങ്ങിന്റെ വെലോസിറ്റി. ഓക്കെ, ഓസിലേറ്റിംഗ് സ്പ്രിങ്ങിന്റെ വെലോസിറ്റി. സോ എന്താണ്? എക്സ് 0 എന്ന സിറ്റുവേഷനിൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? 0 ആണ്. പക്ഷെ അവിടെ എന്താണ്? കൈനറ്റിക് എനർജി എന്താണ്? മാക്സിമം ആണ്. ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? പൊട്ടൻഷ്യൽ എനർജി 0 ആകുന്ന സമയത്ത് കൈനറ്റിക് എനർജി എന്താണ്? എക്സ് എമ്മിലാണ്, മാക്സിമത്തിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായി. നേരത്തെ ഒരു ഗ്രാഫ് നമ്മൾ പറഞ്ഞില്ലേ, അതായത് നമ്മൾ സ്പ്രിങ്ങിലല്ലാത്ത കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും പറഞ്ഞു. അതിലും ഇതേവായിട്ടുള്ള ഒരു സിമിലാരിറ്റി ആണ് നമ്മൾ കണ്ടത്. എന്താണ്? പൊട്ടൻഷ്യൽ എനർജി കൂടുന്ന സമയത്ത് കൈനറ്റിക് എനർജി 0 ആകുന്നു. അതുപോലെ ഇതിലൂടെ നമ്മൾ പ്രൂവ് ചെയ്ത് എന്ത്? പൊട്ടൻഷ്യൽ എനർജി 0 ആകുന്ന സമയത്ത് കൈനറ്റിക് എനർജി എന്താണ്? മാക്സിമത്തിലാണ് നിൽക്കുന്നതെന്ന്. ഓക്കെ, ഇനി എന്ത് നോക്കാം? ഗ്രാഫിക്കൽ വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ്. നമ്മൾ നേരത്തെ എന്താണ് ഒരു നോർമലി ഇത് പറഞ്ഞു. ഇനി സ്പ്രിങ്ങിലുള്ള കൈനറ്റിക് എനർജിന്റെയും പൊട്ടൻഷ്യൽ എനർജിന്റെയും ഗ്രാഫ് എങ്ങനെ വരും നോക്കാം അല്ലേ. ഓക്കെ, ഇതെന്ത് വരും? ഇതിങ്ങനെ വരും. രണ്ട് സെമി സർക്കിള് ഇങ്ങനെ തിരിച്ച് തിരിച്ച് വെച്ച മാതിരിക്കാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത്. ഓക്കെ, ഇത് എനർജിയാണ്. വൈ ആക്സിസ് എനർജി. ഇതെന്താണ്? നമുക്കറിയാം ഡിസ്റ്റൻസ് ആണ് അല്ലെ. ഇത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇത് എക്സ് ഇക്വൽ ടു 0, ഇത് എക്സ് എം, ഇത് മൈനസ് എക്സ് എം. ഓക്കെ, ഇനി ഇതിലാര്? ഇത് പൊട്ടൻഷ്യൽ എനർജി. ഇതെന്താണ്? കൈനറ്റിക് എനർജി. ഒബിയസ്ലി ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ആണ്. ഓക്കെ, ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് എക്സ് 0 കിടക്കുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് അറിയോ? 0 ആണല്ലേ. പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. കാരണം പൊട്ടൻഷ്യൽ എനർജിന്റെ ഗ്രാഫ് നോക്കൂ, 0 കിടക്കുന്നത് അല്ലെ. പക്ഷെ നമ്മൾ കൈനറ്റിക് എനർജി നോക്കുമ്പോൾ എവിടെയാണ് കിടക്കുന്നത്? ഇവിടെ അല്ലെ. കൈനറ്റിക് എനർജി എവിടെയാണ്? 0 എന്ന പൊസിഷനിൽ, അതായത് എക്സ് 0 എന്ന പൊസിഷനിൽ കൈനറ്റിക് എനർജിയാണ് എവിടെയാണുള്ളത്? ഇവിടെയാണുള്ളത് അല്ലെ. അതായത് എക്സ് 0 എന്ന സിറ്റുവേഷനിൽ പൊട്ടൻഷ്യൽ എനർജി 0യും എന്നാൽ കൈനറ്റിക് എനർജി എന്തുമാണ്? എക്സ് എമ്മിലാണ് അല്ലെങ്കിൽ മാക്സിമത്തിലാണ്
കൈനറ്റിക് എനർജി കിടക്കുന്നത്. ഓക്കെ, ഇനി നേരെ തിരിച്ചു നോക്കിയേ. എക്സ് എക്സമ്മിൽ എത്താണെന്ന് വെച്ചോ, അതായത് എക്സ് മാക്സിമത്തിൽ എത്തുന്ന അവസ്ഥയിൽ എന്താ നടക്കുന്നത്? പൊട്ടൻഷ്യൽ എനർജി ഹൈ ആണല്ലേ, പൊട്ടൻഷ്യൽ എനർജി ഹൈ ആണ്. പക്ഷെ കൈനറ്റിക് എനർജി എന്താകുന്നത്? 0 ആകുന്നത്. സോ നമുക്ക് എന്ത് പറയാം? എക്സ് ഇക്വൽ ടു എക്സ് എം എന്ന് പറയുന്ന സിറ്റുവേഷൻ, എക്സ് മാക്സിമം എന്ന സിറ്റുവേഷനില് പൊട്ടൻഷ്യൽ എനർജി ഹൈയും ഓക്കെ, എന്നാൽ കൈനറ്റിക് എനർജി എന്തുവാണ് ആകുന്നത്? 0 ആണ് ആകുന്നത്. ഓക്കെ, ഒരാൾ കൂടുമ്പോൾ ഒരാൾ കുറയുന്നു എന്ന സിറ്റുവേഷനിലാണ് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ഇതിൽ എന്തായിരിക്കുന്നത്? ഗ്രാഫിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെ? ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ മനസ്സിലായി? നമുക്ക് ഒരു സ്പ്രിങ്ങിലുള്ള എനർജി എന്തൊക്കെ അല്ലെ, അതായത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അവിടെ കൈനറ്റിക് എനർജി എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അതുമാത്രമല്ല അതിലുള്ള മെക്കാനിക്കൽ എനർജി നോക്കി, ടോട്ടൽ എനർജി നോക്കി, അതിനുശേഷം ഓസിലേറ്റിംഗ് സ്പ്രിങ്ങിന്റെ ടോട്ടൽ എനർജി നോക്കി. അത് ആ സമയത്ത് ഉണ്ടാകുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി കൂടി നിൽക്കുന്ന സമയം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് മാക്സിമത്തിലാണ്. പക്ഷെ ആ സമയത്ത് കൈനറ്റിക് എനർജി എന്താണ്? 0യിലാണ്. നേരെ തിരിച്ചു പറയാനാണെങ്കിൽ എക്സ് 0 എന്ന സിറ്റുവേഷനിൽ എന്താണ്? കൈനറ്റിക് എനർജി എന്താണ്? ഹൈ ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? 0 ആണ് അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ ഗ്രാഫിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ. ഇനി നമ്മൾ ആരാ പറയാൻ പോകുന്നത്? അത് നമ്മുടെ പവർ ആണ്. നമ്മൾ വർക്ക് എനർജി പവറിൽ നമ്മൾ കാത്തിരുന്ന പവർ എത്തിയിരിക്കുന്നു മക്കളെ. നമ്മൾ പവറോടെ ഇരിക്കണം. നമ്മൾ പവറാണ് ഇനി പിടിക്കാൻ പോകുന്നത്. ഓക്കെ, എനർജി നമ്മുടെ വർക്ക് കഴിഞ്ഞു, എനർജി കഴിഞ്ഞു. ഇനി ആരാണ്? പവർ ആയിട്ടിരിക്കുക. ഓക്കെ, പവർ എന്താന്ന് നോക്കാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ പവർ ഈസ് ഡിഫൈൻഡ് ആസ് ദ ടൈം റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ ഓർ എനർജി ഈസ് ട്രാൻസ്ഫേർഡ്. ഓക്കെ, ദ ആവറേജ് പവർ ഓഫ് എ ഫോഴ്സ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് വർക്ക് ടു ദ ടോട്ടൽ ടൈം ടേക്കൺ. ഒന്നുമില്ല, അധികം തല ഒന്നും പോക്കണ്ട. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വർക്ക് പെർ ടൈം. നിങ്ങൾ എത്ര ടൈമില് എത്ര വർക്ക് ചെയ്യുന്നു അല്ലെ, ഇത്ര ടൈമിൽ നിങ്ങൾ ഇത്ര വർക്ക് ചെയ്യുന്നു, അതാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? പവർ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ പവറിന്റെ ഇക്വേഷൻ എന്താണ്? പവറിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് P is equal to എന്താണ്? വർക്ക് ബൈ ടൈം ആണല്ലേ, വർക്ക് ബൈ ടൈം. അതുപോലെ തന്നെ ഇതിന്റെ യൂണിറ്റ് നമുക്ക് ഇവിടെ പറഞ്ഞൂടെ? പറയാം. എന്താണ് വർക്കിന്റെ യൂണിറ്റ്? എന്താണ്? ജൂൾ ആണെന്നറിയാം. ടൈമിന്റെ യൂണിറ്റ് എന്താണെന്നറിയാം? സെക്കൻഡ് ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ പവറിന്റെ യൂണിറ്റ് എന്ത്? ജൂൾ പെർ സെക്കൻഡ് അല്ലെ. പവറിന്റെ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ പവറിന്റെ യൂണിറ്റ് കിട്ടി, ജൂൾ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി എന്താണ് ഇൻസ്റ്റന്റേനിയസ് പവർ എന്ന് നോക്കിയാലോ? അതായത് ഇൻസ്റ്റന്റിൽ നടക്കുന്ന പവർ എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, പവർ ആയിട്ടിരിക്കുക. ഓക്കെ, ഇൻസ്റ്റന്റേനിയസ് പവർ എന്ന് വെച്ചാൽ is defined the limiting value of average power as time interval approaches to 0 അല്ലെ. അതായത് ഇൻസ്റ്റന്റ് പവർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരു ഇൻസ്റ്റന്റിൽ നടക്കുന്നതാണല്ലേ. അതായത് അപ്രോച്ചസ് ടു 0 എന്ന് പറയുമ്പോൾ ഇപ്പൊ ടൈം 0 എന്ന് പറയുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അതിനു പകരം ഒരു ഇൻസ്റ്റന്റ് വാല്യൂയിൽ കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ 0യിലേക്ക് അടുപ്പിക്കുന്ന, അതായത് 0യിൽ എത്തുന്നുണ്ടോ? ഇല്ല, എത്തുന്നില്ല. എന്നാ പിന്നെ 0 പോകുന്നുണ്ടോ? അതും ഇല്ല. 0 അല്ല, 0യിലേക്ക് എത്തുന്നില്ല, എന്നാൽ അടുപ്പിക്കുകയാണ് അല്ലെ, അപ്രോച്ച് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ പവറിന്റെ ഇക്വേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഇസ് ഇക്വൽ ടു dW/dt ആണല്ലേ. അതായത് രണ്ടിന്റെയും അത്രയും സ്മോൾ വാല്യൂല് നമ്മൾ നോക്കുകയാണ്. അത്ര സ്മോൾ വർക്ക്, ഇത്ര സ്മോൾ സമയത്ത് ഇത്ര സ്മോൾ ടൈമിൽ നമ്മൾ ഇത്ര സ്മോൾ വർക്ക് ചെയ്തു അല്ലെ. അതിനെ എന്താണ് നമ്മൾ പറയുന്നത്? ഇൻസ്റ്റന്റേനിയസ് പവർ എന്നായിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പവറിന്റെ കാര്യം നോക്കാം. ഇനി പവറിലുള്ള വർക്ക് ഡൺ എന്താന്ന് നോക്കൂടെ? അതെ, പവറിലുള്ള വർക്ക് ഡണ്ണിനെ കുറിച്ച് നമ്മൾ നോക്കണം അല്ലെ. അതായത് വർക്ക് ഡൺ dW is equal to F dot dr ആണ് നമുക്കറിയാം. എന്താണ് dW? നമുക്ക് എന്താണെന്നറിയാം? F dot dr. ആറിനെ കണ്ടിട്ട് സംശയമൊന്നും വേണ്ട. നമ്മൾ എന്താണ്? എക്സ് അല്ലെ, ഒന്നെങ്കിൽ എക്സ് അല്ലെങ്കിൽ എസ്, അങ്ങനെ പല പല ലെറ്റർ ആയിട്ടും എന്തായാലും ഡിനോട്ട് ചെയ്യും. സോ ഇവിടെ നമ്മൾ എന്ത് ആർ എന്ന് എടുക്കുന്നു. ഓക്കെ, ഞാൻ എന്തിനാണ് ഇങ്ങനെ ഡിഫറെന്റ് നൊട്ടേഷൻ കാണിച്ചു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഡൗട്ട് വരരുത് എക്സാമിന്. എക്സ് ആയാലും ആർ ആയാലും എസ് ആയാലും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, സോ dW എന്താണെന്നറിയാം? എഫ് ഡോട്ട് ഡി ആർ ആണെന്നറിയാം അല്ലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പവർ എന്താന്ന് എഴുതി കൂടെ? പവർ എന്താണെന്ന് പറയാം നമുക്ക്? എഫ് ഡോട്ട് ഡി ആർ ബൈ ടൈം.
കാരണം എന്താ, പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ബൈ ടൈം ആണ്. അപ്പം ഓൾറെഡി വർക്ക് ഇവിടെ നമുക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ ആ വർക്ക് എടുത്ത് പവറിലെ വർക്കിൽ കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് കിട്ടും? F.dr/dt എന്ന് കിട്ടും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, ഇനി dr/dt നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് dr/dt? dr/dt or ds/dt or എന്താ പറയാ dx/dt. ഇതെല്ലാം ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അത് ആരെയാണ്? വെലോസിറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അതായത് വെലോസിറ്റിനാണ്. നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഓക്കെ, സോ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? dr/dt ആരാണ്? നമ്മുടെ വെലോസിറ്റി ആണ്. ഇവിടുത്തെ v എന്താണ് മക്കളെ? വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതാം? പവർ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്നും എഴുതാം. ഓക്കെ, എന്ത് എഴുതാം? നമുക്ക് പവറിനെ നമുക്ക് ഫോഴ്സിന്റെയും വെലോസിറ്റിന്റെയും നൊട്ടേഷനിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്ത് മാറ്റാം. ഓക്കെ, സോ നമ്മൾ ഇവിടെ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പവർ എന്ന് പറയുന്നത് ലൈക്ക് വർക്ക് ആൻഡ് എനർജി ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അതായത് വർക്ക് ആയാലും എനർജി ആയാലും നമ്മൾ പഠിച്ചു അല്ലെ, സ്കേലാർ ക്വാണ്ടിറ്റി. അതുപോലെ തന്നെ നമ്മുടെ പവർ എന്ന് പറയുന്നത് എന്താണ്? സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അതുപോലെ എന്താണ്? ഡയമെൻഷൻ നോക്കാം അല്ലെ. ഡയമെൻഷൻ എങ്ങനെയാണെന്ന് നോക്കാലോ. നമുക്ക് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, എന്നാൽ നമുക്ക് കണ്ടുപിടിക്കാം എങ്ങനെയാണ് പവറിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുന്നതെന്ന്. ഓക്കെ, സോ പവർ എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം ആണെന്ന് നമുക്കറിയാം. ഓക്കെ, വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാം നമുക്ക്? Fs എന്നാണ് അറിയാം അല്ലെ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് അറിയാം. ഓക്കെ, ബൈ ടൈം. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താന്ന് ഓർക്കുന്നുണ്ടോ? എന്താണ്? mlt⁻² അല്ലെ. m×a mlt⁻² ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ mlt⁻². പിന്നെ എന്താണിത്? ഇത് എല്ലാണ്. ഓക്കെ, എസ് കണ്ടിട്ട് സെക്കൻഡ് ആണെന്ന് വിചാരിക്കരുത്, ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, സോ എല്ലാണ്. ടൈമിന്റെ എന്താണ്? നമുക്ക് എന്താണ്? ടി ആണ് അല്ലെ. ടൈമിന്റെ ടി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? എന്തെഴുതാം എന്ന് പറ. ഒന്നുമില്ല, ജസ്റ്റ് ഇതൊന്ന് മേലോട്ടേക്ക് ഇട്ടാൽ മതി. സോ നമുക്ക് എന്ത് കിട്ടും? പവർ ഈസ് ഈക്വൽ ടു ml²t⁻² എന്ത് കിട്ടും? -3. ഓക്കെ, ml²t⁻³ ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? ml⁻t⁻³ എങ്ങനെയാ കിട്ടിയത്? ജസ്റ്റ് അതിലുള്ള ആൾക്കാരെ നമ്മൾ കൂട്ട് ചെയ്താൽ മതി. എന്നിട്ട് ആ ആളുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ ഔട്ട്പുട്ട് കിട്ടി. എപ്പോഴും ഡയമെൻഷൻ എഴുതുമ്പോൾ ഈ സ്ക്വയർ ബ്രാക്കറ്റ് മറക്കരുത് കേട്ടോ. അപ്പോഴാണ് ഇതിനൊരു മീനിങ് ഫുൾ ആവുക. ഓക്കെ, സോ പവറിന്റെ ഡയമെൻഷൻ കിട്ടി. ഇനി എന്താ പറയുന്നത്? SI യൂണിറ്റ് ഓഫ് പവർ ഈസ് കോൾഡ് വാട്ട്. ഓക്കെ, അതായത് പവറിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വാട്ടിലാണ് പറയുന്നത്. ഓക്കെ, വാട്ട്. WHAT അല്ല, WATT ആണ്. ശ്രദ്ധിക്കണം അതിന്റെ ലെറ്റേഴ്സ്. WATT. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞത്? അനദർ യൂണിറ്റ് ഓഫ് പവർ ഈസ് ഹോഴ്സ് പവർ. ഓക്കെ, കുതിര പവർ എന്ന് നമ്മൾ കേട്ടിട്ടില്ല അല്ലെ. കുതിര പവർ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ കുതിരശക്തി എന്നല്ല മലയാളത്തിൽ പറയാം. ഓക്കെ, കുതിരശക്തി. അപ്പം ഹോഴ്സ് പവർ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്യുന്നത് നോക്കാം. 1 ഹോഴ്സ് പവർ, ഒരു കുതിരശക്തി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 746, അതായത് 746 വാട്ടിന് ഈക്വൽ ആണ്. ഓക്കെ, വാട്ടിന് ഈക്വൽ ആണ്. ഒരു കുതിര പവർ എന്ന് പറയുന്നത് 746 വാട്ടിന് ഈക്വൽ ആണ്. ഓക്കെ, സോ പിന്നെ ഇതെന്താണ്? ഈ ഓരോ യൂണിറ്റ് എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് അറിയോ? ഈ ഹോഴ്സ് പവർ നമ്മൾ യൂണിറ്റ് ഉപയോഗിക്കുന്നത് എന്തിനൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓട്ടോമൊബൈൽസ് അല്ലെങ്കിൽ മോട്ടോർ ബൈക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കുതിരശക്തി വെച്ചിട്ടാണ് പറയാ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ക്വസ്റ്റ്യൻസിൽ തരും ഇത്ര ഹോഴ്സ് പവർ ആണ്, അതിനെ നമ്മൾ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അതെങ്ങനെ കൺവേർട്ട് ചെയ്യാം നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോ ജസ്റ്റ് ഒരു ഇത് വന്നിട്ടുണ്ട്. കിലോ വാട്ട് ഹവർ ഇലക്ട്രിക്കൽ എനർജി മെഷേർഡ് ഇൻ കിലോ വാട്ട് ഹവർ ആണ് അല്ലെ. അതായത് ഒരു എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. ഒരു എക്സാമ്പിൾ തന്നിട്ട് എന്താ പറയുന്നത്? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 100 watt ബൾബ് വിച്ച് ഈസ് ഓൺ ഫോർ 10 hours. ഓക്കെ, ഒരു 100 വാട്ടുള്ള ബൾബ്
എത്ര മണിക്കൂർ? 10 മണിക്കൂർ ഓൺ ആക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അതില് 1 കിലോ വാട്ട് ഹവർ ഓഫ് എനർജി എന്തായി? യൂസ് ആയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിലത്തെ എനർജി എന്താന്ന് കണ്ടുപിടിച്ചൂടെ? എനർജിന്റെ ഇക്വേഷൻ എന്താണ്? പവർ ഇൻറ്റു ടൈം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ പവർ ഇൻറ്റു ടൈം ഇക്വേഷൻ എവിടുന്ന് കടന്നു? എവിടുന്നും ഇല്ല. നമുക്കറിയാം വർക്ക് ഡൺ എന്ന്, അല്ലെങ്കിൽ വർക്കിന്റെയും എനർജിന്റെയും ഇക്വേഷൻ ഒന്നാണെന്ന് അറിയാം. ഓക്കെ, സോ ആ ഇത് പ്രകാരം അല്ലെ, വർക്കിന്റെ ഇതിന്റെയും യൂണിറ്റ് ഒന്ന് ജൂൾ ആയതുകൊണ്ട് ആ ഇത് പ്രകാരം നമുക്ക് എന്ത് ചെയ്താം? വർക്ക് ഈസ് ഈക്വൽ ടു, നമുക്ക് എന്തെന്ന് എഴുതാം? സോറി, പവറിന്റെ ഇക്വേഷൻ തന്നെ ഡയറക്റ്റ് എഴുതാം. ഓക്കെ, പവർ ഇസ് ഈക്വൽ ടു എന്താണ്? വർക്ക് ബൈ ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഇസ് ഈക്വൽ ടു എന്താണ്? പവർ ഇൻറ്റു ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ എനർജിന്റെ ഇക്വേഷൻ എന്താണ്? രണ്ടിനും ഈക്വൽ ആണ്. സോ എന്തെന്ന് കിട്ടി നമുക്ക്? പവർ ഇൻറ്റു ടൈം അല്ലെ, എനർജി കണ്ടുപിടിക്കാം. ഇതിൽ എത്ര എനർജി യൂസ്ഡ് ആയി എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. പവർ ഇൻറ്റു ടൈം. ഓക്കെ, നമുക്ക് എത്ര തന്നിരിക്കുന്നത്? പവർ നമുക്ക് 100 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ടൈം എത്രയാ? 10 hours എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ, 10 മണിക്കൂർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്നുമില്ല, എന്ത് ചെയ്താൽ മതി? ഇത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1000 അല്ലെ, 1000 വാട്ട് ഹവർ അല്ലെ, 1000 വാട്ട് ഹവർ എന്ന് കിട്ടും. അതാ 1000 വാട്ട് ഹവർ. ഇനി 1000 വാട്ട് ഹവർ നമുക്ക് എന്ത് എഴുതാം? 1 കിലോ വാട്ട് ഹവർ അല്ലെ. 1000 നമുക്ക് എന്താക്കാം? 1 kg. അപ്പൊ 1 കിലോ വാട്ട് ഹവർ. ഓക്കെ, ആ ഇതിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ നമുക്ക് ഇനിയിപ്പോ 1 കിലോ വാട്ട് ഹവറിനെ തന്നെ നമുക്ക് എത്ര എനർജി ആണെന്ന് കിട്ടണ്ടേ? ഓക്കെ, 1 കിലോ വാട്ട് ഹവറിൽ എത്ര എനർജി ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് 1 കിലോന്റെ എന്താ? 1000 ഇൻറ്റു ഓക്കെ കിലോ, അത് എഴുതി. പിന്നെന്താണ്? ഹവർ ഉണ്ടല്ലേ, ഒരു ഹവറിലെ എത്ര സെക്കൻഡ് ഉണ്ട്? 3600 അല്ലെ, 3600 സെക്കൻഡ്. അങ്ങനെയാണ് നമുക്ക് എന്ത് എഴുതാം എന്ന് പറയൂ? 3.6 ഇൻറ്റു 10⁻⁶ ജൂൾസ് എന്ന് എഴുതാം അല്ലെ. അതായത് ഇതിപ്പം ഡയറക്റ്റ് എഴുതുകയാണെങ്കിൽ നമ്മളിപ്പോ ഇങ്ങനെ എഴുതും അല്ലെ. എങ്ങനെ എഴുതും? കാണിക്കാം. 36 എത്ര പൂജ്യം ഉണ്ട്? 1 2 3 4 5. ഓക്കെ, 5 പൂജ്യം ഉണ്ട്. സോ നമുക്ക് എന്ത് എഴുതാം? 3.6 ഇൻറ്റു ഓക്കെ 3.6 ഇൻറ്റു എന്തെന്ന് എഴുതാം? 10⁻⁶ എന്ന് എഴുതാം. ഇപ്പൊ നമുക്ക് ശരിക്കും എന്താ പറയാ 36 ഇൻറ്റു 10⁵ ആണ് നമുക്ക് വരാം അല്ലെ. പക്ഷെ നമ്മൾ എന്താക്കുന്നു? അതിനെ 10⁻⁶ ഫോമിലേക്ക് എഴുതുമ്പോൾ നമ്മൾക്ക് എന്താവുന്നു? ഒരു ഡെസിമൽ ഇങ്ങോട്ടേക്ക് വരുന്നു. ഓക്കെ, ഒരു ഡെസിമൽ ഇങ്ങോട്ടേക്ക് വരുന്നു. അതായത് 36 ഇൻറ്റു 10⁵ നമ്മൾ മാറ്റുമ്പോൾ എന്താവും? ഒരു പോയിന്റ് വെച്ചിട്ട് എഴുതുകയാണെങ്കിൽ നമ്മൾ എന്താവും? 3.6 ആണെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് കിട്ടും, ഇവിടെ ആരെ കൂടും? ഇവിടെ ഒരു 10 കൂടും അല്ലെ. സോ നമുക്ക് എന്ത് കിട്ടി? 3.6 ഇൻറ്റു 10⁻⁶ എന്ന് നമുക്ക് ഉത്തരം കിട്ടി അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മള് എവിടെ എത്തി? നമ്മള് എനർജിയും കഴിഞ്ഞ് നമ്മൾ എവിടെ എത്തി മക്കളെ? അങ്ങനെ കാത്തിരുന്ന സ്വപ്നം, അതായത് പവർ എന്ന കാത്തിരുന്ന സ്വപ്നത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. വർക്ക് കഴിഞ്ഞു, എനർജി കഴിഞ്ഞു, നമ്മൾ എവിടെ എത്തി? പവറിലേക്ക് എത്തി. അങ്ങനെ പവറിനെ അവസാനം എത്തിച്ചിരിക്കുന്നു. പവർ എന്താണെന്ന് പഠിച്ചു, വർക്ക് ബൈ ടൈം ആണെന്ന് പഠിച്ചു, അതിന്റെ യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, യൂണിറ്റ് പറഞ്ഞു. ഇൻസ്റ്റന്റേനിയസ് പവർ എന്താണ്, ഇൻസ്റ്റന്റിൽ നടക്കുന്ന പവർ എന്താണെന്ന് പറഞ്ഞു. മാത്രല്ല അതിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നമ്മൾ ജസ്റ്റ് കുതിര പവറിനെ കുറിച്ച് പറഞ്ഞു, അല്ലെ കുതിരശക്തിയെ കുറിച്ച് പറഞ്ഞു. കുതിരശക്തിയുടെ എങ്ങനെയാണ് വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതും നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ പവർ എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് പവറിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ കുറെ ക്വസ്റ്റ്യൻസ് നോക്കാനുണ്ട്. എന്നാലും നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പവർ, അല്ലെങ്കിൽ നമ്മൾ പവർ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് പവർ അറിയണമെങ്കിൽ നമ്മൾ എന്ത് പഠിക്കണം? ആദ്യം വർക്ക് എന്താന്ന് പഠിക്കണം, എനർജി എന്താന്ന് പഠിക്കണം. എന്നാലും മാത്രമേ പവർ ഉണ്ടാവും. കാരണം എന്താ? പവർ വേണമെങ്കിൽ നമുക്ക് ആദ്യം എനർജി വേണം. ഓക്കെ, നമ്മൾക്ക് എനർജി വേണം. സോ നിങ്ങൾ എനർജി കിറ്റിക്കായിട്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പവർ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സെഷനിലേക്ക് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, സോ ഇതുവരെ പവർ കഴിഞ്ഞു. ഇനി പവറിന്റെ മുമ്പോട്ടുള്ള യാത്രയാണ്. പവറിന്റെ മുമ്പോട്ടുള്ള യാത്രയിൽ നിങ്ങൾ പവർ ആയിരിക്കുക. പവറിന്റെ ഇക്വേഷനിൽ, അതായത് അതിന്റെ ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യാം അല്ലെ. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇപ്പം പവർ പറഞ്ഞു, അല്ലെങ്കിൽ എനർജി പറഞ്ഞു, പിന്നെ പവർ പറഞ്ഞു. ഇപ്പൊ പവറിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം അല്ലെ. ഓക്കെ,
ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. An elevator can carry a maximum load of 1800 kg. അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു എലിവേറ്ററിന് മാക്സിമം ക്യാരി ചെയ്യാൻ പറ്റുന്ന ലോഡ് എന്ന് പറയുന്നത് 1800 കിലോഗ്രാം ആണ്. ഓക്കെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിവേറ്റർ പ്ലസ് പാസഞ്ചേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. എലിവേറ്ററിന്റെയും പാസഞ്ചറിന്റെയും കൂടിയിട്ട്. ഈസ് മൂവിങ് അപ്പ് വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ് ഓഫ് 2 meter per second. ഓക്കെ, 2 meter per second പോയിക്കൊണ്ടിരിക്കുകയാണ്. The frictional force opposing the motion is 4000 Newton. സോ നമ്മൾ ഇരിക്കുമ്പോൾ എന്ത് ഫ്രിക്ഷൻ ആണ് ഇവിടെയുള്ള പറയുന്നത്? അതായത് ഒരു എലിവേറ്റർ, അതായത് ഒരു ലിഫ്റ്റ് അല്ല, ഒരു ലിഫ്റ്റ് മേലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ലിഫ്റ്റ് മേലോട്ടേക്ക് പോകുമ്പോൾ ഒബ്വിയസ്ലി എന്തുണ്ടാവും? ഇതിപ്പം കുറെ ചെയ്യുന്നത്, ഇതിന്റെ ബിഹൈൻഡ് സംഭവത്തിൽ എന്താവും, പല എക്യുപ്മെന്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിനൊന്ന് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല എക്യുപ്മെന്റ്സ് ഉണ്ടാവും. സോ ഇത് മേലോട്ടേക്ക് പോകുമ്പോൾ തന്നെ ഒബ്വിയസ്ലി ഇത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകണല്ലോ. സോ അവിടെ എന്തുണ്ടാവും? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും അല്ലെ, ഓപ്പോസിറ്റ്. അതായത് നമ്മൾ നടക്കുമ്പം നമ്മുടെ ഓപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ഫ്രിക്ഷൻ ആണെങ്കിൽ, അതുപോലെ തന്നെ ഈ എലിവേറ്റർ പോകുമ്പോൾ എന്താവും? അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടല്ലോ, ഇത് ഒരഞ്ഞാണല്ലോ പോകുന്നത്, ഡ്രാഗ് ചെയ്താണല്ലോ പോകുന്നത്. സോ അവിടെ എന്താവും? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്പോസിങ് ഉണ്ടാവും. ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് കേട്ടോ, അത് ശ്രദ്ധിക്കണേ. ഓക്കെ, അതെന്താണെന്ന് പറയുന്നത്? 4000 Newton ഫോഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഡിറ്റർമൈൻ ദ മിനിമം പവർ delivered by the motor to the elevator. Okay, in watt as well as in horsepower. അതായത് ആ ഒരു മോട്ടോർ കാരണം അതിനുണ്ടാകുന്ന ഒരു മിനിമം പവർ, എത്ര പവർ ഡെലിവേർഡ് ആയിട്ടുണ്ടാവും അവിടെ, അത് നമ്മൾ എന്തിൽ പറയണം? വാട്ടിലും പറയണം. പിന്നെ ആര്? ഹോഴ്സ് പവർ എന്താണ്? കുതിരശക്തിയിലും പറയണം നമ്മൾ അല്ലെ. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത്. സോ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എന്താ തന്നത്? 1800 കിലോഗ്രാമും തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് 4000 ന്യൂട്ടൺ ആണ് അല്ലെ. സോ നമുക്ക് എന്തറിയാം? ദ ഡൗൺവേർഡ് ഫോഴ്സ് എന്തായിരിക്കും ഇവിടെ വരിക? നമുക്കറിയാം ഡൗൺവേർഡ് ഫോഴ്സ് ആയിട്ട് വരുന്നത് ഒന്ന് mg ഉണ്ടാവും, പിന്നെ ആരുണ്ടാവും? ഫ്രിക്ഷണൽ ഫോഴ്സും ഉണ്ടാവും അല്ലെ, ഫ്രിക്ഷണൽ ഫോഴ്സും ഉണ്ടാവും. ഓക്കെ, കറക്റ്റ് ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? ഓക്കെ, mg, m എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? m 1800 കിലോഗ്രാം തന്നിട്ടുണ്ട് അല്ലെ. സോ m 1800 ഇൻറ്റു ഇത് എത്രയാണ്? g എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമ്മളിവിടെ 10 ആയിട്ട് എടുക്കുകയാണ് അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, അപ്പൊ 10. ഓക്കെ, അത് രണ്ടും പ്ലസ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താന്ന് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലെ. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ്? 4000 ന്യൂട്ടൺ ആണ് അല്ലെ. ഇതിപ്പം എലിവേറ്റർ മേലോട്ടേക്ക് പോകുന്നതെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് താഴോട്ട്, പിന്നെ ആരും ഉണ്ടാവും? നമ്മുടെ mg, അതായത് ഗ്രാവിറ്റേഷൻ കാരണമുള്ള എന്തുണ്ടാവും? അവിടെയുള്ള ഫോഴ്സ് ഉണ്ടാവും അല്ലെ. ആ ഫോഴ്സിന്റെയും കൂടെ നമ്മൾ, അതായത് ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സ് ആണ് നമ്മൾ ഇവിടെ നോക്കിയത്. എന്താണ് ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സ്? ഡൗൺവേർഡിലേക്കുള്ള ടോട്ടൽ ഫോഴ്സ് ആണ് നോക്കുന്നത്. സോ 1800 ഇൻറ്റു 10 പ്ലസ് ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയാണ്? 4000 ന്യൂട്ടൺ അല്ലെ. സോ നമുക്ക് എന്ത് കിട്ടും ഇവിടെ? 18,000 പ്ലസ് 4000 അല്ലെ. നമുക്ക് എന്ത് കിട്ടും? അങ്ങനെ 22,000 എന്ന് കിട്ടും അല്ലെ. 22,000 എന്ത് കിട്ടും? 22,000 എഫ് ആണ്. അപ്പൊ എന്താണ്? ന്യൂട്ടൺ ആണ് നമ്മുടെ എന്ത് യൂണിറ്റ് വരുന്നത്. സോ നമുക്ക് എന്ത് കിട്ടി? ഇത് മയക്കാണ് മൊത്തത്തില് പറഞ്ഞുകൊണ്ട്. ഓക്കെ, സോ ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി നമുക്ക്? 22 ന്യൂട്ടൺ ആണെന്ന് കിട്ടി അല്ലെ. 22 ന്യൂട്ടൺ ആണെന്ന് കിട്ടി. ഓക്കെ, ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സ്, ഡൗൺവേർഡ് കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഇടുന്നുണ്ട്, വേറെ ഒന്നും ഉദ്ദേശിച്ചൊന്നുമല്ല. ഡൗൺവേർഡ് ഫോഴ്സ് എന്താണ്? 22,000 ന്യൂട്ടൺ ആണ്. ഓക്കെ, അങ്ങനെ അത് കണ്ടുപിടിച്ചു. എന്തിനാ നമ്മളിപ്പോ ടോട്ടൽ ഡൗൺവേർഡ് കണ്ടുപിടിച്ചത്? നമുക്കറിയാം പവർ ഇസ് ഈക്വൽ ടു എന്താണ്? എഫ് ഇൻറ്റു വി ആണല്ലേ. എഫ് ഇൻറ്റു വി ആണ് വരുന്നത്. സോ എഫ് എന്താണ്? ടോട്ടൽ എത്ര ഡൗൺവേർഡ് ഫോഴ്സ് വന്നു എന്നുള്ളത്. അപ്പൊ 22,000 ഇൻറ്റു വെലോസിറ്റി നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടല്ലേ. വെലോസിറ്റി എന്താണ്? 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ പെർ സെക്കൻഡ് എന്ത്?
2 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ വെലോസിറ്റി. ഓക്കെ, വെലോസിറ്റി അപ്പൊ 2 മീറ്റർ പെർ സെക്കൻഡ്, അപ്പൊ ഇൻറ്റു 2. ടോട്ടൽ നമുക്ക് എത്ര കിട്ടി നോക്കൂ. ടോട്ടൽ നമുക്ക് 2 × 22 ചെയ്താൽ 44 കിട്ടും, ബാക്കി സീറോസ് ഇടുക. ഓക്കെ, അപ്പൊ ടോട്ടൽ നമുക്ക് എന്ത് കിട്ടി? 44,000 വാട്ട് എന്ന് കിട്ടി അല്ലെ. 44,000 വാട്ട് എന്ന് കിട്ടി. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിനി വാട്ടിൽ നമ്മൾ പറഞ്ഞു, ഇനി എന്ത് ചെയ്യണം? ഹോഴ്സ് പവർ അല്ലെ, ഹോഴ്സ് പവറിലേക്ക് മാറ്റണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഹോഴ്സ് പവറിലേക്ക് മാറ്റണം എങ്ങനെയാണെന്ന് ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ. എന്താ 44,000 ഡിവൈഡ് ബൈ 746 അല്ലെ. 44 ഡിവൈഡ് ബൈ 746. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടും എന്ന് അറിയൂ? 59 ഹോഴ്സ് പവർ. എത്ര കിട്ടും? ഡിവൈഡ് ചെയ്ത് നോക്കൂ. ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ, കിട്ടും. ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? 59 ഹോഴ്സ് പവർ എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ. അതായത് ഒരു എലിവേറ്റർ ഉണ്ട്. ആ എലിവേറ്ററിന് മാക്സിമം പൊതിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിന് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് 18 കിലോഗ്രാം ആണെന്ന് നമ്മളോട് പറഞ്ഞു. അതില് എലിവേറ്റർ പ്ലസ് പാസഞ്ചറിന്റെ വെയിറ്റ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് കോൺസ്റ്റന്റ് സ്പീഡിലാണ് പോകുന്നത്. അത് 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആ എലിവേറ്ററിനെ ഒപ്പോസ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സും ഉണ്ട്. ആ ഫോഴ്സ് 4000, അതായത് 4000 ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിലെ പവർ വാട്ടിലും എന്താണ് ഹോഴ്സ് പവറിലും റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സ് അല്ലെ. ഇതിനെ എന്തിനാ നമ്മൾ ഫോഴ്സ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് പവറിന്റെ ഇക്വേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ. സോ നമ്മൾ എന്ത് ചെയ്തു? ഫോഴ്സ് കണ്ടുപിടിച്ചു. ഫോഴ്സിൽ എന്തൊക്കെ ഫോഴ്സ് ഉണ്ട്? ഫ്രിക്ഷണൽ ഫോഴ്സും ഉണ്ട്, പിന്നെ ഗ്രാവിറ്റേഷണൽ കാരണമുള്ള ഫോഴ്സും ഉണ്ട്. അങ്ങനെ നമ്മൾ 2 ഫോഴ്സും എഴുതി, അത് കണ്ടുപിടിച്ചു. എന്നിട്ട് എന്താക്കി? പവർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ആ ഇക്വേഷനിലേക്ക് നമ്മൾ ഫോഴ്സും വെലോസിറ്റി ഇട്ടു. അതിനുശേഷം ഉത്തരം കണ്ടുപിടിച്ചു. ശേഷം എന്താക്കി? നമ്മൾ ഹോഴ്സ് പവറിലേക്ക് അല്ലെ, കൺവേർട്ടഡ് ടു ഹോഴ്സ് പവർ. എന്ത് ചെയ്തു? കൺവേർട്ടഡ് ടു എന്താണ്? ഹോഴ്സ് പവർ അല്ലെ. കൺവേർട്ടഡ് ടു ഹോഴ്സ് പവർ നമ്മൾ ചെയ്തു. മനസ്സിലായല്ലോ? ഇതൊന്നുമില്ല, ജസ്റ്റ് ഈസി ആണ്, സിമ്പിൾ ആണ്. ജസ്റ്റ് കാര്യം നമ്മളൊന്ന് കൺസെപ്റ്റ് ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം എന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോവാലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എ പേഴ്സൺ ലിഫ്റ്റ്സ് എ ലോഡ് ഓഫ് മാസ് 20 kg ടു എ ഹൈറ്റ് ഓഫ് 2 meter in 4 seconds. ഓക്കെ, കാൽക്കുലേറ്റ് ദ ആവറേജ് പവർ ഡെവലപ്ഡ്. അതായത് ഒരു പേഴ്സൺ എന്താണ് 20 kg ആണ് മേലോട്ടേക്ക് പോക്കുന്നത്. എത്ര ഹൈറ്റിലാണ് പോക്കുന്നത്? നമ്മളോട് പറയുന്നത് 2 മീറ്ററിലാണ് അല്ലെ. അതും എത്ര സെക്കൻഡിൽ, എത്ര ടൈമിൽ? 4 സെക്കൻഡിൽ 2 മീറ്റർ പൊക്കി. അങ്ങനെയാണെങ്കിൽ അവരുടെ ഡെവലപ്പ് ആകുന്ന എന്ത് പവറാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നുമില്ല, നമുക്ക് എന്തറിയാം? പവറിന്റെ ഇക്വേഷൻ നമുക്കറിയാം. W is equal to P is equal to W/T ആണെന്നറിയാം അല്ലെ. ഓക്കെ, സോ നമുക്കറിയാം ഒരാള് ഒരു സംഭവം പൊന്തിക്കുകയാണല്ലേ. സോ ഹൈറ്റ് വരുന്നുണ്ട്. നമുക്കറിയാം ഹൈറ്റ് വരുന്നത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന എനർജി എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിന്റെ നമുക്ക് ഇവിടെ വർക്ക് എന്തായിട്ടാ കൺവേർട്ട് ചെയ്യുക? പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുക. സോ നമുക്ക് എന്ത് എഴുതാം? mgh അല്ലെ. വർക്ക് ഡൺ ഇവിടെ എന്തായിട്ടാ വരുന്നത്? mgh ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ mgh/t എന്ത് ചെയ്യാം? ഇനി ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് ആഡ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. ഇനി എന്ത് ചെയ്യാം? 20 ഇൻറ്റു എന്താ 9.8. ഓക്കെ, നമ്മൾ ഇവിടെ എടുക്കുന്നത് 9.8 ആയിട്ടാണ് ഗ്രാവിറ്റേഷൻ. അതായത് ആക്ച്വലി 9.8 ആണെങ്കിൽ നമ്മൾ അധികം ക്വസ്റ്റ്യൻസിന് അപ്രോക്സിമേറ്റ്ലി 10 എടുക്കും, ചിലപ്പോൾ 9 പോയിന്റ് എടുക്കും. ജസ്റ്റ് ഒന്ന് സ്പെസിഫൈ ചെയ്താൽ മതി. നിങ്ങൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 ആണോ 10 ആണോ എടുക്കുന്നത് എന്നത്. ഓക്കെ, ഞാനിവിടെ 9.8 ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ഇൻറ്റു 20 ഇൻറ്റു G ഇൻറ്റു H എന്താണ്? 2 ആണ്. 2 എഴുതി. T എത്രയാണ്? 4 ആണല്ലേ. അപ്പൊ ഈ 4ഉം എന്താവും? 5 4s are 20 ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? 5 ഇൻറ്റു അതായത് 10 ഇൻറ്റു 9.8 അല്ലേ. 5 ഇൻറ്റു 10 ഒരു 10 ഇൻറ്റു 9.8. അപ്പം നമുക്ക് എന്ത് കിട്ടും? 98 വാട്ട് എന്ന് കിട്ടും അല്ലെ. 98 വാട്ട് എന്ന് കിട്ടും. കിട്ടിയോ നിങ്ങൾക്ക്?
കിട്ടിയല്ലേ? അതായത് ജസ്റ്റ് ഒന്നുമില്ല, നമ്മള് കാര്യം എന്താന്ന് നോക്കുക. അതായത് നമുക്ക് പല ഇക്വേഷൻസും ഉണ്ട് പവറിലേക്ക് എത്താൻ. ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ചെയ്യാം, അല്ലെങ്കിൽ വർക്ക് ഡൺ ബൈ ടൈം ചെയ്യാം. നമ്മൾ അത് എപ്പോഴും എങ്ങനെയാ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺസെപ്റ്റ് പ്രകാരം നോക്കി ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈസി ആയിട്ട് 98 വാട്ട് എന്ന് കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. എ സ്റ്റുഡന്റ് ഓഫ് മാസ് 50 kg ക്ലൈംബ് എ സ്റ്റെയർകേസ് ഓഫ് ഹൈറ്റ്. ഇത് സിമിലർ സംഭവം തന്നെയാണ് അല്ലെ? ഇവിടെയും സിമിലർ ആയിട്ടുള്ള കാര്യ പറയുന്നത്. എന്താണ്? 10 സെക്കൻഡിൽ പവർ ഡെവലപ്പ് ആയി. ഇതിലെന്താ ചെയ്താൽ മതി? നമ്മള് പവർ ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ടൈം. ഓക്കെ, വർക്ക് ഡൺ ബൈ ടൈം കൊടുക്കുമ്പോൾ ജസ്റ്റ് mgh ബൈ ടൈം. ഓക്കെ, എം എത്രയാ? 50 എന്ന് തന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് 50 kg എന്ന് തന്നിട്ടുണ്ട് അല്ലെ? ഇനി ചിലപ്പോൾ നമുക്ക് 50 gram എന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ kgയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, kgയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ നമുക്ക് 50 തന്നിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കാം. 50 ഇൻറ്റു ഹൈറ്റ് എത്രയാണ് നമുക്ക് തന്നത്? 5 ഇൻറ്റു ആദ്യം നമ്മൾ ഇത് എഴുതണം അല്ലേ? ഗ്രാവിറ്റേഷൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 ഇൻറ്റു 10. ഓക്കെ, ഡിവൈഡഡ് ബൈ എത്രയാ പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് ടൈം മാറിപ്പോയിട്ടോ. എന്താ മാറിപ്പോയത്? ടൈം ആയിപ്പോയി അവിടെ ഇരുന്നത്. ഹൈറ്റ് 5. ഓക്കെ, അടിയിലാണ് എന്തെന്ന് നമ്മുടെ ടൈം വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ എന്തായി? 10 ക്യാൻസൽ ആയി. സോ 5 ഇൻറ്റു 5 25 അല്ലേ? 5 ഇൻറ്റു 5 25 വന്നു. അപ്പൊ 25 ഇൻറ്റു 9.8 അല്ലേ? 25 ഇൻറ്റു 9.8 എന്ന് എഴുതി. അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടി? ആൻസർ എന്തെന്ന് കിട്ടി? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ. ഇത്ര കിട്ടാ നമുക്ക്? അതായത് ഒരു സ്റ്റുഡന്റിന്റെ കാര്യത്തിൽ നമുക്ക് 245 വാട്ട് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, എത്ര കിട്ടി? 245 വാട്ട് എന്ന് നമുക്ക് ആൻസർ കിട്ടി. ജസ്റ്റ് ഒന്ന് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഇനിയല്ല നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടാണെങ്കിൽ ആദ്യം നിങ്ങൾ വർക്ക് ഡൺ കണ്ടുപിടിക്കുക, എന്നിട്ട് ടൈമായിട്ട് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്താൽ മതി. സോ ഈ രണ്ട് കേസിലും നമ്മൾ എന്താണെന്നത് നമ്മൾ ആദ്യം പറഞ്ഞതിലൊക്കെ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി സിറ്റുവേഷൻ ആണല്ലേ? പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ്? നമ്മൾ വർക്ക് ഡൺ ബൈ ടൈം എന്നുള്ള സിറ്റുവേഷൻ ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, വേറെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇലക്ട്രിക് മോട്ടോർ ലിഫ്റ്റ് ലോഡ് ഓഫ് 100 kg vertically upward with a constant speed 2 meter/second. കാൽക്കുലേറ്റ് ദ പവർ എന്നാണ്. ഇവിടെ എന്താ പറയുന്നത്? നമ്മളോട് ഒരു ഇലക്ട്രിക് മോട്ടോർ ലിഫ്റ്റ് ചെയ്യാണ്. എന്തെന്ന്? 100 kg vertically upward ആണ്. vertically upward എന്താണ്? 100 kg ആണ്. 100 kg ആണ് മേലോട്ടേക്ക് അപ്വേർഡില് ലിഫ്റ്റ് ചെയ്യുന്നത്. എന്താണ് സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്? അതായത് നമ്മളിവിടെ ജസ്റ്റ് എഴുതിയിടാം. കിട്ടിയ കാര്യങ്ങൾ, നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്താ ജസ്റ്റ് ഒന്ന് എഴുതിയിടാം എന്തൊക്കെയാ തന്നിരിക്കുന്നത് എന്നുള്ള. സോ തന്നിരിക്കുന്നത് ഒന്ന് എം തന്നിട്ടുണ്ട് അല്ലെ? ഒന്ന് എം തന്നിട്ടുണ്ട്. എം 100 kg ആണ്. പിന്നെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 2 meter/second ആണ്. ഓക്കെ, ഇതൊന്നുമില്ല, ജസ്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ പവർ ഇസ് ഈക്വൽ ടു എന്താണ്? നമ്മൾ ആദ്യം ഫോഴ്സ് കണ്ടുപിടിക്കുക അല്ലെ? അത് നമ്മൾ ഫോഴ്സ് കണ്ടുപിടിക്കുക. ഫോഴ്സ് എത്ര വരിക? ഫോഴ്സ് ഇസ് ഈക്വൽ ടു mg എത്ര വരും? 100 ഇൻറ്റു 9.8 അല്ലെ? 100 ഇൻറ്റു 9.8 അത് എത്ര കിട്ടും നമുക്ക്? 980 ന്യൂട്ടൺ എന്ന് കിട്ടും അല്ലെ? 980 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക? പവർ ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി. ഓക്കെ, അതായത് ഫോഴ്സ് എന്ന് പറയുന്നത് എത്ര കിട്ടി? 980 കിട്ടി. ഇൻറ്റു വെലോസിറ്റി എത്രയാണെന്നറിയാം നമുക്ക്? 2 ആണെന്നറിയാം. സോ നമുക്ക് എന്ത് കിട്ടി? 0, 8 2 16, ബാക്കി 1, അപ്പം 19 അല്ലേ? ഓക്കെ, അപ്പം 1960 എന്തെന്ന് കിട്ടി നമുക്ക്? വാട്ട് എന്ന് കിട്ടി. ഇനി ഇതിനെ വേണമെങ്കിൽ നമുക്ക് കുതിരശക്തിയിലേക്ക് അല്ലെങ്കിൽ ഹോഴ്സ് പവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാ? 1960 ഡിവൈഡഡ് ബൈ 746 ചെയ്താൽ മതി. ഓക്കെ, 746 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുതിരശക്തിയിലേക്ക് അല്ലെങ്കിൽ ഹോഴ്സ് പവറിലേക്ക് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് എത്രയാ കിട്ടാൻ നോക്കിയേ? ജസ്റ്റ് ഒന്ന് നോക്കിയേ.
ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. അതായത് 1960 ഡിവൈഡഡ് ബൈ 746 നമുക്ക് എത്ര കിട്ടുന്ന പറയാം? 2.627 എന്ന് കിട്ടും കേട്ടോ. എന്താണ് നമ്മുടെ പവർ എത്ര കിട്ടി? കുതിരശക്തി എന്ന് പറയുന്നത് 2.627 എന്ന് കിട്ടി. ഓക്കെ അങ്ങനെയാണ് നമുക്ക് അടുത്തൊന്ന് നോക്കാം. അതായത് പറയുന്നത് എ കാർ എഞ്ചിൻ ഡെവലപ്സ് എ കോൺസ്റ്റന്റ് പവർ. ഇതിൽ പവർ തന്നിട്ടുണ്ട്, ഇതിൽ ഡയറക്റ്റ് നമുക്ക് പവർ തന്നിട്ടുണ്ട്. അതിന്റെ പവർ എന്ന് പറയുന്നത് 5000 വാട്ട് ആണ്. പിന്നെ മാക്സിമം സ്പീഡ് അറ്റ് വിച്ച് ദ കാർ ക്യാൻ മൂവ് ഓൺ എ ഹൊറിസോണ്ടൽ റോഡ് ഇഫ് ദ റെസിസ്റ്റീവ് ഫോഴ്സ് ഈസ് 250. അതായത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് പവർ തന്നിട്ടുണ്ട്. പവർ 5000 വാട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയാണ് പവർ? എന്താ പറഞ്ഞിരിക്കുന്നത്? 5000 വാട്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് എന്താ പറഞ്ഞത്? മാക്സിമം സ്പീഡ് കണ്ടെത്താനാണ്. പക്ഷെ അതിൽ എന്ത് വന്നിട്ടുണ്ട്? റെസിസ്റ്റീവ് ഫോഴ്സ് അല്ല. അതായത് റെസിസ്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെ, ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഇങ്ങനെയുള്ള ഫോഴ്സുകളാണ്. അതെന്തായിരിക്കും? നമുക്ക് ഡൗൺവേർഡുള്ള കാര്യമായിരിക്കും. അല്ലെങ്കിൽ ഓപ്പോസിറ്റിലായിരിക്കും അതിന്റെ മോഷൻ നടക്കുക. സോ റെസിസ്റ്റീവ് ഫോഴ്സ് എന്താ തന്നിരിക്കുന്നത്? നമുക്ക് റെസിസ്റ്റീവ് ഫോഴ്സ് 250 ന്യൂട്ടൺ എന്ന് തന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ മാക്സിമം സ്പീഡ് കണ്ടുപിടിക്കണ്ടേ? ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് ഇക്വേഷൻ അറിയാം. പവർ ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി അല്ലെ, അതായത് ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എങ്ങനെ ഈ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി വന്നേ നമുക്ക് അറിയാലോ അല്ലെ? ഞാൻ പറഞ്ഞുതരാം. അതായത് പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ് അല്ലെ. വർക്ക് ബൈ എന്താണ്? വർക്ക് ബൈ ടൈം ആണ്. എങ്ങനെയാണ് ഈ ഇക്വേഷനിലേക്ക് എത്തിയെന്നാണ് പറയാൻ പോകുന്നത്. പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ പവർ ഇസ് ഈക്വൽ ടു നമുക്കറിയാം വർക്ക് എന്ന് പറയാം FDS. നമുക്ക് എസ് എന്ന് എഴുതാം. FS ബൈ ടി. ഇവിടെ നമ്മൾ കോസ്റ്റ് ഒന്നും നോക്കുന്നില്ല, ജസ്റ്റ് നോർമലി നോക്കുകയാണ്. അപ്പോൾ FS ബൈ ടി ആണ്. അപ്പൊ നമുക്ക് S ബൈ ടി ആരാ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണല്ലേ. അതായത് X ബൈ ടി അല്ലെങ്കിൽ S ബൈ ടി അല്ലെങ്കിൽ R ബൈ ടി എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് നോക്കുന്നത്. അതാരാണെന്ന് നമുക്കറിയാം? വെലോസിറ്റി അല്ലെ. അങ്ങനെയാണ് എന്ത് കിട്ടും? നമുക്ക് പവർ ഇസ് ഈക്വൽ ടു FV എന്ന ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. മനസ്സിലായല്ലോ? അങ്ങനെയാണ് നമുക്ക് എന്ത് എഴുതാം? പവർ എന്താണെന്നറിയാം, 5000 ആണെന്നറിയാം. ഇൻറ്റു വെലോസിറ്റി എന്താണെന്നറിയാം. വെലോസിറ്റി നമുക്ക് അറിയില്ലല്ലോ, അപ്പൊ വെലോസിറ്റി അങ്ങനെ തന്നെ എഴുതാം. വെയിറ്റ് 1 മിനിറ്റ്. പവറിന്റെ അടുത്ത് എഴുതണ്ട. ഇവിടെ 5000 ഈക്വൽ ടു F250 ഇൻറ്റു വി. അപ്പൊ നമ്മൾ ഇത് എഴുതി. ഇനി എന്ത് എഴുതാ? പവറിന്റെ എഴുതി. പവർ എത്ര? 5000, ഫോഴ്സ് 250, വെലോസിറ്റി അങ്ങനെ തന്നെ. ഇനി വെലോസിറ്റി ഇൻഡിക്കേഷൻ കണ്ടുപിടിക്കുക. ജസ്റ്റ് ഒന്നുമില്ല, ആ ഫോഴ്സിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ മതി. ഡിവൈഡഡ് ബൈ എന്താണ്? 250. 0 കട്ടായി നമുക്ക് എന്ത് കിട്ടും? ഇത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്രയാ കിട്ടാന്ന് പറയാ? നമുക്ക് 20 എന്ന് കിട്ടും അല്ലെ. അതായത് 25 50ൽ 2 പ്രാവശ്യം. ഇനി ആരാളാ 0 അങ്ങോട്ട് കൊടുത്താൽ മതി. സോ എന്ത് കിട്ടി? 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി അല്ലെ. 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. സോ എന്താ സംഭവം എന്ന് മനസ്സിലായല്ലോ? ചിലപ്പം നമുക്ക് പവർ ഡയറക്റ്റ് തരണമൊന്നുമില്ല. നമുക്ക് വർക്കിന്റെ ഇക്വേഷൻ വഴി കണ്ടുപിടിക്കാം. ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ഇക്വേഷൻ വഴി കണ്ടുപിടിക്കാം. ഇനി പവർ തന്നിട്ട് ചിലപ്പം വെലോസിറ്റി കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഫോഴ്സ് കണ്ടുപിടിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് ചോദിക്കും കേട്ടോ. ഇനി എന്താ ക്വസ്റ്റ്യൻ നോക്കിയേ? ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. 2 persons A and B lift the same load to the same height. A takes 10 seconds, B takes 20 seconds. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള റേഷ്യോ ഓഫ് ദർ പവേഴ്സ്. രണ്ടാൾക്കാര് എന്ത് പൊന്തിക്കുന്നുണ്ട്? രണ്ട് വെയിറ്റ് ഉള്ള മീൻസ് ഒരേ വെയിറ്റ് ഉള്ള ഒരേ ലോഡ് എന്നാണ് പറയുന്നത് അല്ലെ. സെയിം ലോഡ് എന്നാണ് പറയുന്നത് നമ്മളോട് അല്ലെ. സെയിം ലോഡ് സെയിം ഹൈറ്റ് എന്നാണ് പറയുന്നത്. രണ്ടാൾക്കാര് എയും ബി എന്ന ആൾക്കാര് സെയിം ഹൈറ്റിലേക്കും സെയിം ലോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് സെയിം വെയിറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സെയിം വെയിറ്റിലുള്ള സംഭവങ്ങൾ ഒരേ ഹൈറ്റിൽ പൊക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് ആ പൊക്കുന്ന ടൈം വേറെ കേട്ടോ. എന്താണ്? ഒന്ന് 10 സെക്കൻഡിലാണ്, ഒന്ന് 20 സെക്കൻഡിലാണ് നടക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള റേഷ്യോസ് എന്താണെന്നാണ് നമ്മൾ
നോക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് നോക്കാം, ഇത് തമ്മിലുള്ള പവേഴ്സ്, ഇതിന്റെ റേഷ്യോസ് നോക്കാം അല്ലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, പവർ ഇസ് ഈക്വൽ ടു, ഓക്കെ, ആദ്യം ഒന്നാമത്തെ നമുക്ക് വേഗം ഡയറക്റ്റ് തന്നെ എഴുതാം. ഓക്കെ, ഇപ്പൊ പി എ ബൈ പി ബി ആണ് ഞാൻ നോക്കുന്നതെന്ന് വെച്ചാൽ, അതായത് പവർ ഓഫ് എ ഡിവൈഡഡ് ബൈ പവർ ഓഫ് ബി, ഇതിന്റെ റേഷ്യോ ആണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്, പവറിന്റെ ഇക്വേഷൻ ജസ്റ്റ് ഇതിൽ എന്താണ്, എം ജി എച്ച് ബൈ ടി ആണ്. ഇവിടെ എന്താണ് എം ജി എച്ച് ബൈ ടി ഇട്ട, വർക്ക് ബൈ ടൈം എടുത്ത, കാരണം സെയിം ഹൈറ്റ് സെയിം ലോഡ് എന്നൊക്കെ പറഞ്ഞത്, ഹൈറ്റിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, പൊട്ടൻഷ്യൽ എനർജി എടുക്കുക അല്ലെ. ഓക്കെ, അപ്പം സെയിം ലോഡാന്നും പറയുന്നുണ്ട്, മാസും സെയിം ആണെന്ന് പറയുന്നുണ്ട്. സോ രണ്ടിന്റെയും എം ജി എച്ച് ബൈ ടൈം ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ എം ജി എച്ച് അങ്ങനെ തന്നെ എഴുതാം. നമുക്ക് പ്രത്യേകിച്ച് ഇത്ര ഹൈറ്റ് എന്നൊന്നും പറയുന്നില്ല, സെയിം ലോഡാന്നേ പറയുന്നുള്ളൂ. സോ എം ജി എച്ച് ടൈം എത്രയാണെന്നറിയാം, എന്റെ ടൈം 10ഉം ബിന്റെ ടൈം എത്രയാണെന്നറിയാം 20 ആണെന്നറിയാം അല്ലെ. അങ്ങനെയാണ് ഈ എം ജി എച്ചും ക്യാൻസൽ ആവും. നമുക്ക് എന്ത് കിട്ടും, 1/10/1/20. സോ ഇത് നമുക്ക് എന്ത് കിട്ടും, 20 മേലെ പോവും, 10 താഴോട്ട് വരും അല്ലെ. അപ്പൊ 20/10 എന്ന് കിട്ടും. സോ നമുക്ക് എന്തെന്ന് കിട്ടും, 2/1 എന്ത് കിട്ടി, റേഷ്യോ പി എ ബൈ പി ബി എന്ന് പറയുന്നത് എത്രയാന്ന് കിട്ടി, 2/1 അല്ലെങ്കിൽ 2:1 റേഷ്യോയിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് ആൻസർ കിട്ടി. മനസ്സിലായോ? അതായത് ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് ഡിഫറെന്റ് രീതിക്ക് ചോദിക്കാം എക്സാംസിന്. ഇപ്പൊ ചിലപ്പോൾ റേഷ്യോസ് ചോദിക്കാം, ചിലപ്പം നമുക്ക് ഹൈറ്റ്, ഇപ്പൊ കണ്ടോ നമ്മൾ ഹൈറ്റ് ഒന്നും തന്നിട്ടില്ല, പക്ഷെ നമ്മൾ എന്ത് മനസ്സിലാക്കണം, സെയിം ഹൈറ്റ് സെയിം ഇതെന്ന് പറയുമ്പോൾ രണ്ടും ഒരേതാണെന്നുള്ള ഇക്വേഷൻ എഴുതിയിട്ട് അതിനെ ക്യാൻസൽ ഔട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, സോ റേഷ്യോസ് ചോദിക്കാം. സോ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഇപ്പം ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെ പറഞ്ഞു, നമ്മള് പവേഴ്സിന്റെ മെയിനായിട്ട് പവറിനെ കുറിച്ചാണ് പറഞ്ഞത്. കാരണം എന്താ, നമ്മള് പവറിലേക്ക് എത്തി അല്ലെ. ഓക്കെ, പവറിലേക്ക് എത്തി. സോ പവറിന്റെ ക്വസ്റ്റ്യൻസ് നോക്കി, നമ്മള് എലിവേറ്ററിന്റെ ക്വസ്റ്റ്യൻ നോക്കി, പിന്നെ അല്ലാത്ത നോർമൽ ക്വസ്റ്റ്യൻസ്, ബേസിക് ക്വസ്റ്റ്യൻസ് നോക്കി, അല്ലാതെ എങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ നമുക്കതിനെ ആൻസർ ചെയ്യാമെന്ന് മനസ്സിലായി അല്ലെ. സോ നമുക്ക് എന്ത് മനസ്സിലായി, നമ്മള് വർക്ക് എനർജി പവറിലെ നമ്മള് അങ്ങനെ പവർ വരെ എത്തിച്ചിരിക്കുന്നു, വർക്ക് ചെയ്യുന്നു, വർക്കിന് വേണ്ട എനർജി വേണം, ഈ എനർജി ഒക്കെ ഉണ്ട് ഇതെന്താക്കും പവർ ആയിട്ട് കൺവേർട്ട് ആവില്ല, ആ പവർ വരെ നമ്മൾ എത്തിച്ചു. പവറിന്റെ ക്വസ്റ്റ്യൻസ് നോക്കി. ഓക്കെ, ഇങ്ങനെ ഈ പാഠത്തു നിന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഈ വർക്ക് എനർജി തിയറം എന്ന പാഠത്തു നിന്ന് നമ്മൾ മെയിൻ ആയിട്ട് വർക്കും എനർജിയും പവർ ഇപ്പൊ എത്തിയിട്ടുള്ളൂ. ഓക്കെ, ഇനിയും പവർ കഴിഞ്ഞിട്ടില്ല, ഇത് ഇനിയും കാര്യങ്ങൾ പഠിക്കാണ്ടല്ലേ, നമ്മളിനി കൊളിഷനിലോട്ടൊക്കെ നോക്കണം. പക്ഷെ ഇതുവരെ നമ്മൾ എന്തൊക്കെ പഠിച്ചു, വർക്ക് എനർജി പവർ എന്ന ഇതൊക്കെ പഠിച്ചു അല്ലെ. പിന്നെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ ഒക്കെ യൂണിറ്റ് മറക്കരുത്, എക്സാം ചെയ്യുമ്പോൾ യൂണിറ്റ് ഇടാൻ മറന്നു പോകരുത്. പിന്നെ കൺവേർട്ടിങ്, ഇപ്പം ഗ്രാമിലാണെങ്കിൽ കിലോഗ്രാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പം വേറെ രീതിക്കൊക്കെ തരും. ഇപ്പം മീറ്റർ അല്ലാണ്ട് വേറെ മീറ്റേഴ്സ് തരാം, അപ്പോൾ സെന്റിമീറ്റർ ചിലപ്പം കൺവേർട്ട് ചെയ്യാൻ പറയാം, അങ്ങനെയൊക്കെ മില്ലിമീറ്റർ കൺവേർട്ട് ചെയ്യാൻ പറയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചോ, എനർജി, അതായത് വർക്ക്, എനർജി, പിന്നെ പവർ. ഇനി നമ്മൾ കൊളിഷൻസ് ഉള്ള കാര്യങ്ങൾ പറയണല്ലേ, അത് നെക്സ്റ്റ് സെഷനിലേക്ക് പറയുന്നതായിരിക്കും. നെക്സ്റ്റ് സെഷനിൽ വരുന്നവരെ നമ്മൾ എടുത്ത ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക, നല്ലോണം പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.